ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വീണയെ ഗസ്റ്റ് റൂമിലേക്ക് കൊണ്ടിരുത്തുന്ന നിത്യയാണ്. മര്യാദയ്ക്ക് ഒരു ഗസ്റ്റിനെ വിളിച്ചാൽ ഗസ്റ്റിന് ബോഡി ഗാർഡായിട്ട് നിൽക്കാൻ പോലും ഇവിടെ ആരുമില്ലെന്ന് വീണ പരിഹാസത്തോടെ പറയുന്നു. ഇത് കേൾക്കുന്ന നിത്യ പറയുകയാണ്, നിങ്ങൾ കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട്. അങ്ങനെ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന മോഡലൊന്നുമല്ല നിങ്ങൾ കുറച്ചു മുമ്പ് പ്രിൻസിപ്പാളിനോട് പറയുന്നുണ്ടായിരുന്നല്ലോ, നിങ്ങൾ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന്. നിങ്ങൾ എഴുതി കുറിപ്പിടുമെന്ന് പറഞ്ഞല്ലോ ആ ഫേസ്ബുക്കിലെ ഞങ്ങളും ടീച്ചേഴ്സ്മാരും സ്റ്റുഡൻസും ഒക്കെ ചേർന്നൊരു കുറിപ്പിട്ടാലേ നിങ്ങളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അതോടെ തീരും. പിന്നെ എത്ര ജന്മമെടുത്താലും നിങ്ങൾക്ക് പഴയ പ്രതാപമൊന്നും തിരിച്ചു കിട്ടാനേ പോകുന്നില്ല. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത് ഇവിടുന്ന് പോകാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിലേ എന്നേക്കുമായിട്ട് നിങ്ങളുടെ ഈ സ്റ്റാറ്റസ് അങ്ങ് പോകും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടെന്ന് നിത്യ ദേഷ്യത്തോടെ നിൽക്കുകയാണ് വീണ. പിന്നീട് കാണിക്കുന്നത് വീണയുടെ ബോഡി ഗാർഡ് രണ്ടുപേരും ചേർന്ന് രാമകൃഷ്ണനെ വീണയുടെ മുമ്പിലേക്ക് പിടിച്ചു കൊണ്ടുവരുന്നതാണ്. മേഡത്തിന് ചെരുപ്പെറിഞ്ഞത് ഇയാളാണെന്ന് അവർ പറയുമ്പോൾ രാമകൃഷ്ണനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വീണ. ഇയാളെ പോലീസിൽ ഏൽപ്പിക്കട്ടെ മേഡം എന്ന് ബോഡി ഗാർഡ് ചോദിക്കുമ്പോൾ വേണ്ടെന്നും ഇയാൾ കുറച്ചുനേരം പുറത്തേക്ക് ഇറങ്ങി നിൽക്കാനും വീണ ബോഡി ഗാർഡിനോട് പറയുന്നു. ഇന്ന് നിങ്ങളെന്നെ ചെരുപ്പുരി എറിഞ്ഞു, നാളെ നിങ്ങൾക്ക് നോക്കാൻ പറ്റാത്തത്രയും ഉയരത്തിലായിരിക്കും ഞാൻ. നിങ്ങളെ കൊണ്ട് ആ ഹരി ആയിരിക്കും ചെരുപ്പെറിയിച്ചത് അല്ലേ എന്ന് പുച്ഛത്തോടെ വീണ ചോദിക്കുമ്പോൾ വീണയുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ് രാമകൃഷ്ണൻ. എന്നെ പറഞ്ഞത് പറഞ്ഞു, എൻ്റെ മകനെ എങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രാമകൃഷ്ണൻ തൻ്റെ പിടിമുറുക്കുമ്പോൾ ഹരി അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുകയും രാമകൃഷ്ണനെ മാറ്റി നിർത്തുകയും ചെയ്യുന്നു. ഹരിയേട്ടാ എന്ന് വീണ വിളിക്കുമ്പോൾ ഹരി പറയുകയാണ്, നിന്റെ ആ നാവ് കൊണ്ട് എൻ്റെ പേര് പോലും വിളിക്കരുത്, എനിക്കത് കേൾക്കുന്നതേ അറപ്പാണ്. ഇന്നത്തെ ഈ ചടങ്ങ് കഴിയുമ്പോഴേ വീണ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്കൊരിക്കലും എന്നെ മറക്കാനേ സാധിക്കില്ലെന്ന് വീണ പറയുമ്പോൾ ഹരി പറയുകയാണ്, നിർത്തടി, നിന്റെ നിലയും വിലയുമൊക്കെ ഞാൻ എന്നെ തിരിച്ചറിഞ്ഞതാ. നിന്നെപ്പോലെയുള്ളവരുടെ വാഴ്ചയും വീഴ്ചയുമൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാ. നീയൊക്കെ എത്ര കാലം നിലനിൽക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. അതേസമയം അങ്ങോട്ടേക്ക് നിത്യ ചെല്ലുകയാണ്. അമ്മാവനറിഞ്ഞ ആ ചെരുപ്പ് പോലും വന്ന് വീഴാനുള്ള യോഗ്യതയെ നിനക്കില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് രാമകൃഷ്ണനെയും കൂട്ടിക്കൊണ്ട് ഹരി പുറത്തേക്ക് പോകുന്നു. മേഡം, എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്നും ഇനിയും പഴയ കാര്യങ്ങളൊന്നും ഓർക്കാതെ അവരെ വെറുതെ വിട്ടൂടെയെന്നും നിത്യ ചോദിക്കുമ്പോൾ വീണ പറയുകയാണ്, നിന്റെ പേരെന്താ പറഞ്ഞ? പത്മയെന്നോ? നിന്റെ പേര് നിത്യ എന്നല്ലേ? നീ എന്തിനാ പഴയതെല്ലാം മറന്ന് പുതിയ പേര് സ്വീകരിച്ച് ഇവിടെ ജീവിക്കുന്നത്? അതേസമയം ഇതെല്ലാം കേട്ട് പുറത്തു നിൽക്കുന്ന ഹരി ഞെട്ടലോടെ നിൽക്കുകയാണ്. അതേസമയം ഹരിക്ക് നിത്യയെക്കുറിച്ചുള്ള പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ്. കൺമുന്നിലുണ്ടായിട്ടും ഇത്രയും നാളായിട്ട് എൻ്റെ ദേവി എനിക്ക് ഇവളെ തിരിച്ചറിയാൻ സാധിച്ചില്ലല്ലോ. ഇന്നെല്ലാ സത്യങ്ങളും ഞാൻ ഇവളെ കൊണ്ട് തന്നെ പറയിക്കും എന്ന് ഉറച്ച നിലപാടെടുക്കുകയാണ് ഹരി. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഡോക്ടർ സുജാതയെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ജീവൻ നഴ്സിനെ ആക്രമിക്കാൻ നോക്കിയ കാര്യവും ജീവന് ഇടയ്ക്ക് ഓർമ്മ തിരികെ കിട്ടിയ കാര്യവും ഒക്കെ തന്നെ ഡോക്ടർ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സുജാത. അങ്ങനെ സുജാത ജീവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അമ്മേ, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം എനിക്ക് അമ്മയോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ, എങ്കിൽ മാത്രമേ എനിക്ക് സ്വസ്ഥത കിട്ടൂ. മോൻ എന്താണെങ്കിലും റെസ്റ്റ് എടുക്ക്, അമ്മ പിന്നീട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സുജാത ഇറങ്ങാനൊരുങ്ങുമ്പോൾ സുജാതയെ ജീവൻ തടഞ്ഞു നിർത്തുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.